തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് നിർമ്മാണപുരയിലെ സ്ഫോടനം സവിശേഷ ദുരന്തമായി പ്രഖ്യാപിക്കാൻ സംസ്ഥാന സർക്കാർ. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 14 ലക്ഷം രൂപ ധനസഹായം. പൂരം നടത്തിപ്പിൽ തീരുമാനം വ്യാഴാഴ്ച. തൃശൂർ ജില്ലാ കലക്ടറേറ്റിൽ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഓൺലൈനായി നടന്ന അടിയന്തര മന്ത്രിസഭാ യോഗ തീരുമാനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനാണ് മാധ്യമങ്ങളെ അറിയിച്ചത്. അടിയന്തര സഹായമായി സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് 50 ലക്ഷം രൂപ ജില്ലാ ഭരണകൂടത്തിന് സർക്കാർ കൈമാറിയതായി മന്ത്രി പറഞ്ഞു. സ്ഫോടനത്തെ സംസ്ഥാന സവിശേഷ ദുരന്തമായി പ്രഖ്യാപിക്കാൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകി. മരിച്ചവരുടെ ആശ്രിതർക്ക് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് 4 ലക്ഷം രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 10 ലക്ഷവും ഉൾപ്പെടെ 14 ലക്ഷം രൂപ നൽകും. പരിക്കേറ്റവർക്ക് ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നുള്ള തുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള 2 ലക്ഷം രൂപയും നൽകും. ഇവർക്ക് 6 മാസം സർക്കാർ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സാ ചെലവ് പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കും. ചികിത്സാ സമയം കൂടിയാൽ അതിന്റെ ചെലവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകും. രക്ഷാപ്രവർത്തനത്തിനെടുത്ത നാശനഷ്ടങ്ങൾ നികത്താൻ ജില്ലാ കലക്ടറുടെ നിർദ്ദേശപ്രകാരം സർക്കാർ നൽകുമെന്ന് മന്ത്രി പറഞ്ഞു. സ്ഫോടനം സംബന്ധിച്ച ജുഡീഷ്യൽ അന്വേഷണവും പ്രഖ്യാപിച്ചു. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർക്കാണ് അന്വേഷണ ചുമതല. ദുരന്തത്തിൽപ്പെട്ട മൃതദേഹങ്ങൾ സംസ്കരിക്കാനും DNA സാമ്പിൾ ശേഖരിക്കാനുമായി സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ അടിയന്തരമായി പുറത്തിറക്കും. 3 കടാവർ നായകളെ സ്ഥലത്തെത്തിച്ച് പരിശോധന നടത്തി. പരിക്കേറ്റവർക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ ചികിത്സ ഉറപ്പുവരുത്തുമെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞു. അതേസമയം തൃശൂർ പൂരം നടത്തിപ്പിനെക്കുറിച്ച് വ്യാഴാഴ്ച രാവിലെ 10:30 തീരുമാനമെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഹൈക്കോടതിയുടെ അനുമതിയോടെയാണ് യോഗം ചേരുക. മന്ത്രിമാരായ ഡോക്ടർ R. ബിന്ദു, രാമചന്ദ്രൻ കടന്നപ്പള്ളി, MP രാജേഷ്, ജില്ലാ കലക്ടർ ശിഖ സുരേന്ദ്രൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.